അമേരിക്കയിലെ ഒരു യൂണിവേഴ്സിറ്റി നടത്തിയ ഒരു പഠനമുണ്ട്. മുസ്ലിം സമൂഹത്തിൽപ്പെട്ടവരുടെ ക്രൈമുകൾ കടന്നു വരുമ്പോൾ, മുസ്ലിം സമൂഹത്തിലുള്ള ഏതെങ്കിലും മനുഷ്യരുടെ പേരുകൾ പ്രതി ചേർക്കപ്പെട്ട കേസുകൾ കടന്നു വരുമ്പോൾ അത് എത്രമാത്രമാണ് അത് ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നത് എന്ന് 357% കൂടുതലായിക്കൊണ്ട് അത്തരം വാർത്തകൾ പ്രചരിപ്പിക്കുവാൻ വേണ്ടി നമ്മുടെ നാട്ടിൽ ആളുകൾ ഇടപെടുന്നുണ്ട് എന്ന്, ലോകത്ത് അതിനുവേണ്ടി പണിയെടുക്കുന്നവരുണ്ട് എന്ന് ഒരു ഉത്തരവാദപ്പെട്ട യൂണിവേഴ്സിറ്റിയുടെ പഠനം നമ്മളെ പഠിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യുരീദൂന ലിയുത്ഫിഉ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം വല്ലാഹു മുത്തിമ്മു നൂരിഹി വലൗ കരിഹൽ കാഫിറൂൻ. വേദിയിലും സദസ്സിലും സന്നിഹിതരായിട്ടുള്ള ബഹുമാന്യരായ വ്യക്തിത്വങ്ങൾ, നാട് അഭിമുഖീകരിക്കുന്ന വ്യത്യസ്തമായ പ്രശ്നങ്ങളെ അപഗ്രഥിച്ച് പരിഹാരങ്ങൾ നിർദ്ദേശിക്കുകയാണ് വിസ്ഡം യൂത്തിന് കീഴിൽ സംഘടിപ്പിക്കപ്പെട്ട ഈ ജനകീയ വിചാരണ. വളരെ പ്രധാനപ്പെട്ട ചില വിഷയങ്ങളിലൂടെ ഈ സദസ്സ് കടന്നുപോയിട്ടുണ്ട്. ഇന്നത്തെ കാലത്ത് ഏറ്റവും ശക്തമായ ബോധവൽക്കരണം ആവശ്യമുണ്ട് എന്ന് ഐക്യരാഷ്ട്ര സഭയ്ക്ക് ബോധ്യപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ചാണ് ഈ സമയത്ത് അല്പനേരം നിങ്ങളോട് സംസാരിക്കുന്നത്. ഐക്യരാഷ്ട്രസഭ എല്ലാ മാർച്ച് മാസം 15-ാം തീയതിയും ഇസ്ലാമോഫോബിയ വിരുദ്ധ ദിനമായി ആചരിക്കാൻ തീരുമാനിക്കുകയുണ്ടായി. എന്തുകൊണ്ട് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തി എന്ന് പറയുന്നത്, ലോകത്തിൻ്റെ വ്യത്യസ്തമായ ഭാഗങ്ങളിൽ ഇസ്ലാം എന്ന പേര് കേൾക്കുമ്പോൾ, ഒരു മുസ്ലിം പേരുള്ള ആളെ കാണുമ്പോൾ, ഒരു മുസ്ലിം ഐഡൻറ്റിറ്റിയായി മനുഷ്യരുടെ മനസ്സുകളിലുള്ള താടിയും തൊപ്പിയും തലപ്പാവുമൊക്കെ കാണുമ്പോൾ ആളുകളുടെ മനസ്സുകളിൽ പേടിയുണ്ടാകുന്ന, ഭീതി കടന്നു വരുന്ന ഒരു സാഹചര്യം ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുമുണ്ട് എന്നും, അതിൻ്റെ അടിസ്ഥാനത്തിൽ വ്യത്യസ്തമായ രാജ്യങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ട അനവധി മുസ്ലിം സമൂഹത്തിന് നേരെയുള്ള അക്രമങ്ങളുടെ കണക്കുകൾ കൂടെ മുന്നിൽ വെച്ചുകൊണ്ടാണ് ഐക്യരാഷ്ട്രസഭ അങ്ങനെയൊരു തീരുമാനം പ്രഖ്യാപിച്ച് ലോകമെങ്ങും മാർച്ച് 15-ന് ഇസ്ലാമോഫോബിയ വിരുദ്ധ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത്. ഇസ്ലാമോഫോബിയ എന്ന് പറയുമ്പോൾ ആ പേര് പരിചയപ്പെടുത്തുന്നത് പോലെ തന്നെ ഇസ്ലാം എന്നതിനെ പേടിക്കണം. താടി വെച്ച ഒരു മനുഷ്യൻ നടന്നു പോകുമ്പോൾ അയാൾ എന്നെ ആക്രമിക്കുമോ എന്ന ഒരു പേടി ഒരു സാധാരണ മനുഷ്യനിൽ കടന്നു വരണം. ഇസ്ലാമികമായ ഏതെങ്കിലും കാര്യങ്ങൾ കേൾക്കുമ്പോഴും കാണുമ്പോഴും അങ്ങനെ ഒരു ചിന്ത മനുഷ്യരുടെ മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ട് എന്നതുകൊണ്ടാണ് ഐക്യരാഷ്ട്രസഭ അങ്ങനെയൊരു തീരുമാനമെടുത്തത്. ഇനി അങ്ങനെയൊരു പേടി ഉണ്ട് എന്നതിന് അനവധി തെളിവുകൾ നമുക്ക് കാണിക്കുവാൻ കഴിയും. ലോകത്ത് എവിടെയെങ്കിലും ഒരു അക്രമം നടന്നാൽ, ഒരു സ്ഫോടനം നടന്നാൽ, ഒരു തീവ്രവാദമോ ഭീകരവാദമോ ആയ പ്രവർത്തനങ്ങൾ എവിടെയെങ്കിലും കേൾക്കുമ്പോഴേക്ക് അതൊരു മുസ്ലിം ആയിരിക്കണം, അതൊരു മുസ്ലിമാകും എന്ന് ചിന്തിക്കുന്നിടത്തേക്ക് പൊതുബോധം എങ്ങനെയാണ് എത്തിയത് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. ആരാണ് അങ്ങനെ ഒരു പൊതുബോധം ഇവിടെ സൃഷ്ടിച്ചെടുത്തത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതിൻ്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് കേരളത്തിലെ കളമശ്ശേരിയിൽ നാം കണ്ട, നാം അറിഞ്ഞ ഒരു ഭീകര പ്രവർത്തനവും ബോംബ് സ്ഫോടനവുമൊക്കെ. ആലോചിച്ചു നോക്കൂ, കളമശ്ശേരിയിലെ യഹോവ സാക്ഷികൾ അവരുടേതായ മതപരമായ ഒരു പ്രവർത്തനത്തിനു വേണ്ടി അവർ ഒരുമിച്ചു ചേർന്ന് ഒരു ഹാളിൽ അവരുടേതായ പ്രവർത്തനങ്ങൾ നിർവഹിച്ചു കൊണ്ടിരിക്കുമ്പോൾ
അവിടെ ഒരു ബോംബ് സ്ഫോടനമുണ്ടാകുന്നു. എവിടെയോ നിന്ന് മറ്റൊരാൾ നിയന്ത്രിച്ചുകൊണ്ട് ആ ബോംബ് സ്ഫോടനം അവിടെ നടത്തുകയായിരുന്നു എന്ന് നമുക്കറിയാൻ കഴിഞ്ഞു. പക്ഷേ ഇങ്ങനെ ഒരു ബോംബ് സ്ഫോടനം നടന്ന മാത്രയിൽ അതിൽ നിന്ന് എന്തെങ്കിലും ലാഭം കൊയ്യാൻ കിട്ടുമോ എന്ന് കരുതിയിരുന്ന സോഷ്യൽ മീഡിയ ഹാൻഡിലുകളും ചില മീഡിയകളും ചില വ്യക്തികൾ സോഷ്യൽ മീഡിയയിൽ കയറിയിരുന്നു കൊണ്ടും ചിലരെങ്കിലും ചാനൽ ചർച്ചകളിൽ ഞെളിഞ്ഞിരുന്നു കൊണ്ടും പറയാൻ ശ്രമിച്ചത് അത് ഫലസ്തീൻ അനുകൂലമായ ചില ആളുകളാണ് എന്ന ഒരു സംശയത്തിൻ്റെ മുന മുസ്ലിം സമുദായത്തിൻ്റെ നേരെ ചൂണ്ടിവെക്കുക എന്ന പ്രവർത്തനമായിരുന്നു. അവിടെ പിന്നീട് നമ്മൾ കാണുന്ന കാഴ്ചകൾ എന്തെല്ലാമാണ്? ചില അറസ്റ്റുകൾ നമ്മൾ കേൾക്കുന്നു. നേരത്തെ എന്തൊക്കെയോ ചില പ്രവർത്തനങ്ങൾക്കു വേണ്ടി പിടിക്കപ്പെട്ട മുസ്ലിം നാമധാരികളായ ആളുകളെ പോലീസ് വീട്ടിലേക്ക് വരികയും അവരെ പോലീസ് വാഹനത്തിൽ കയറ്റി സ്റ്റേഷനുകളിൽ കൊണ്ടുപോയി കരുതൽ തടങ്കലിൽ വെക്കുന്നു. കേരളത്തിലെ ഒരു റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് താടിയും തലപ്പാവുമുള്ള ഒരു പാവം മനുഷ്യനെ, ഒരു ജാർഖണ്ഡുകാരനെ പിടികൂടിയെന്ന് ന്യൂസ് വരുന്നു. ഇങ്ങനെ വളരെ ആവേശം ജനിപ്പിക്കുന്ന രൂപത്തിൽ സോഷ്യൽ മീഡിയയും അല്ലാത്ത മാധ്യമങ്ങളും അതിശക്തമായ രൂപത്തിൽ ചർച്ചകളും അതുപോലെ തന്നെ വലിയ വലിയ കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് പെട്ടെന്ന് മാർട്ടിൻ എന്നു പേരുള്ള ഒരു മനുഷ്യൻ ഞാനാണത് ചെയ്തത് എന്നും പറഞ്ഞ് ലൈവിൽ വന്നുകൊണ്ട് അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നത്. ഇപ്പോൾ ആ കേസിൻ്റെ കഥ എന്താണെന്ന് എത്ര പേർക്കറിയാം? അന്ന് ആ സ്ഫോടനം നടക്കുമ്പോഴുണ്ടായിരുന്ന മരണസംഖ്യയിൽ നിന്ന് അതിനുശേഷമുള്ള ദിവസങ്ങളിൽ മരണസംഖ്യകൾ 5ഉം 6ഉം അതിനപ്പുറത്തേക്ക് കടന്നു വന്നിട്ടും ആ ഒരു വാർത്തയെക്കുറിച്ചോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചോ മീഡിയകളുടെ പ്രധാന അജണ്ടയായി മാറുന്നുണ്ടോ എന്നുള്ളത് നാം വിലയിരുത്തേണ്ടതുണ്ട്. ഏതു പത്രത്തിൻ്റെ ഒന്നാമത്തെ പേജിലാണ് അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പിന്നീട് നമ്മൾ കണ്ടത്? അത്തരം ഹെഡ്ലൈനുകൾ നമ്മൾ എവിടെയാണ് പിന്നീട് കണ്ടത്? ചരമഗോളത്തിൻ്റെ ഏതോ മൂലയിൽ ഇങ്ങനെ ഒരാൾ മരണപ്പെട്ടിരിക്കുന്നു എന്ന ഒരു ചെറിയ വാർത്തയിൽ മാത്രം ഒതുക്കാൻ മാത്രം എന്തേ ആ ന്യൂസ് അങ്ങനെയായി പോയത് എന്നതിന് പിന്നിൽ നാം പറയുന്നത് ഇവിടെ ചില ആളുകൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന പണി ഇസ്ലാമോഫോബിയ വളർത്തലാണ്, ഇസ്ലാം ഭീതി പടച്ചുവിടലാണ്, അതിനവസരങ്ങൾ കാത്തു നിൽക്കുകയാണ് പുതിയ കാലത്ത് ഇത്തരക്കാർ എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. സഹോദരങ്ങളെ, നമ്മൾ ആലോചിച്ചു നോക്കുക. പേര് മാറുമ്പോഴേക്ക്, മതം മാറുമ്പോഴേക്ക്, അതുപോലെ തന്നെ സാഹചര്യങ്ങൾ മാറുമ്പോഴേക്ക്, ഒരു മനുഷ്യന്റെ ഐഡന്റിറ്റി മാറുമ്പോഴേക്ക് ഭീകരവാദവും ഭീകരവാദമല്ലാതെയാകുന്ന തീവ്രവാദമല്ലാതെയാകുന്ന ഒരു കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ നമ്മൾ അറിയേണ്ടുന്ന ഒരു കാര്യം, ആ ചർച്ച അതോടുകൂടി അവസാനിച്ചുവെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിനുശേഷമുണ്ടായ ഓരോ കാര്യങ്ങളും നാം തിരിച്ചറിഞ്ഞുവെങ്കിൽ എവിടെയും പ്രശ്നമുണ്ടാക്കുന്നത് മുസ്ലിങ്ങളാണെന്നും ഇസ്ലാമാണല്ല പ്രശ്നങ്ങൾക്ക് പിന്നിലെന്നും വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തിനാണ്? എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു അജണ്ടയുമായി ഇവിടെ ചില ആളുകൾ ഊരു ചുറ്റുന്നത് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഇടക്കാലത്ത് കേരളത്തിന്റെ ചില മതപരിസരങ്ങളിൽ നിന്ന് കേട്ട ചില വർത്തമാനങ്ങളുണ്ട്. നാർക്കോട്ടിക് ജിഹാദ് ഉണ്ട് എന്ന് പറഞ്ഞത് ഉത്തരവാദപ്പെട്ട ചില സഭാനാഥന്മാരാണ്. അവരങ്ങനെ പറഞ്ഞതിന്റെ പിന്നിൽ പറഞ്ഞ വാചകം അറിയുമോ നിങ്ങൾക്ക്? മയക്കുമരുന്നടക്കമുള്ള വ്യത്യസ്തമായ ലഹരി പദാർത്ഥങ്ങൾ മറ്റു മതസ്ഥരായ പെൺകുട്ടികൾക്ക് നൽകി അവരെ മയക്കിയെടുത്ത് ഇസ്ലാമിന്റെ പരിസരത്തേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്ന് ഉത്തരവാദപ്പെട്ട ആളുകൾ പറയുമ്പോൾ ഈ ഇസ്ലാമോഫോബിയയുടെ വിഷം എത്രമാത്രം ഉത്തരവാദപ്പെട്ട മനുഷ്യരുടെ മനസ്സുകളിൽ കയറിയിരിക്കുന്നു എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. കൊറോണയുടെ കാലത്ത് ഒരു മതത്തിലെ ഒരു വിഭാഗത്തിന്റെ പരിപാടിയെപ്പറ്റി ആ ഘട്ടത്തിൽ ചാനലുകളിൽ പോലും എഴുതി കാണിച്ചത് ജിഹാദ് എന്ന് പേര് വെച്ചിട്ട്, കൊറോണയുടെ പേര് വെച്ചിട്ട് ചില മുസ്ലിം സമൂഹത്തിലെ ചില വിഭാഗങ്ങളുടെ പേര് ചേർത്ത് പറയുന്ന വല്ലാത്ത ഒരു ദുരന്തത്തിന് നമ്മുടെ നാട് സാക്ഷിയായിട്ടുണ്ട്. ഇടക്കാലത്ത് കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയുടെ നാവിൽ നിന്ന് പോലും നാം കേട്ട ഒരു വാചകമുണ്ട്, ലവ് ജിഹാദ് എന്നാണത്. ഇസ്ലാമിലെ ജിഹാദും അതുമായി ബന്ധപ്പെട്ട ആശയങ്ങളും അറിയാത്തവരല്ല. ഇസ്ലാമിലെ ജിഹാദ് ആത്മാർത്ഥമായ പരിശ്രമങ്ങൾ നന്മയ്ക്കു വേണ്ടി നടത്തുക എന്നതാണെങ്കിൽ അത് സ്വന്തം മാതാപിതാക്കളെ സംരക്ഷിക്കുക എന്നതുപോലും ജിഹാദാണെന്ന് പഠിപ്പിച്ച ഒരു മതത്തിന്റെ ആശയങ്ങളെ മറച്ചുവെച്ച് അന്യമതത്തിൽപ്പെട്ട പെൺകുട്ടികളെ അവരെ വശീകരിക്കുവാനുള്ള ഒരു ആയുധമാണ്
ജിഹാദ് അത് ലവ് ജിഹാദാണ്, അങ്ങനെ ഒരു പ്രവർത്തനം നടക്കുന്നു എന്ന രൂപത്തിൽ നമ്മുടെ നാട്ടിൽ ശക്തമായ രൂപത്തിൽ ഇസ്ലാമോഫോബിയക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ളത് നാം ചേർത്തു വായിക്കേണ്ടതാണ്. സഹോദരങ്ങളെ, ഇവിടെ നമ്മൾ ചില പഠനങ്ങളിലേക്ക് പോകേണ്ടത്. അൽ അബാമ യൂണിവേഴ്സിറ്റി, അമേരിക്കയിലെ ഒരു യൂണിവേഴ്സിറ്റി നടത്തിയ ഒരു പഠനമുണ്ട്. മുസ്ലിം സമൂഹത്തിൽപ്പെട്ടവരുടെ ക്രൈമുകൾ കടന്നു വരുമ്പോൾ, മുസ്ലിം സമൂഹത്തിലുള്ള ഏതെങ്കിലും മനുഷ്യരുടെ പേരുകൾ പ്രതി ചേർക്കപ്പെട്ട കേസുകൾ കടന്നു വരുമ്പോൾ അത് എത്രമാത്രമാണ് അത് ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നത് എന്ന് 357% കൂടുതലായിക്കൊണ്ട് അത്തരം വാർത്തകൾ പ്രചരിപ്പിക്കുവാൻ വേണ്ടി നമ്മുടെ നാട്ടിൽ ആളുകൾ ഇടപെടുന്നുണ്ട് എന്ന്, ലോകത്ത് അതിനുവേണ്ടി പണിയെടുക്കുന്നവരുണ്ട് എന്ന് ഒരു ഉത്തരവാദപ്പെട്ട യൂണിവേഴ്സിറ്റിയുടെ പഠനം നമ്മളെ പഠിപ്പിക്കുകയാണ്. അത്രയും വലിയ വാർത്താ പ്രാധാന്യം ഒരു മുസ്ലിം സമുദായത്തിൽപ്പെട്ടവന്റെ പേരാണ് ഒരു കുറ്റകൃത്യത്തിന്റെ പേരിൽ കടന്നു വരുന്നതെങ്കിൽ, അവനൊരു കുറ്റവാളിയാണെന്ന് തെളിയിച്ചിട്ടില്ലെങ്കിൽ പോലും ആ വാർത്ത പ്രചരിപ്പിക്കാൻ, അതിന് കൂടുതൽ പ്രാധാന്യം നൽകാൻ ഇന്ന് ലോകത്തിന്റെ മീഡിയ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ്. എന്നുവെച്ചാൽ ഹെഡ്ലൈനുകളിൽ 105 എണ്ണം ഒരു മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരു മനുഷ്യന്റെ ഒരു കുറ്റകൃത്യത്തിന് വേണ്ടി പിടിപ്പിക്കപ്പെട്ടാൽ 105 തവണ ഏറ്റവും പ്രധാനപ്പെട്ട പേജിൽ 105 തവണയാണ് അവന്റെ മതം നോക്കി അത് അവതരിപ്പിക്കുന്നതെങ്കിൽ, ഇതര മതസ്ഥരിൽപ്പെട്ടവരുടേത് കടന്നു വരുന്നത് കേവലം 15 എണ്ണം മാത്രമാണ് എന്നാണ്. അറിയുമോ നിങ്ങൾക്ക്, മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർ തെറ്റു ചെയ്താൽ അത് തെറ്റെന്ന് പറയാൻ ഇവിടെ ആർക്കും മടിയില്ല. അതേസമയം ഏതു മതത്തിൽപ്പെട്ടവനായാലും ഏത് വിഭാഗത്തിൽപ്പെട്ടവനായാലും ചെയ്തത് തെറ്റാണെങ്കിൽ തെറ്റെന്നു പറയുന്ന നീതിയുടെ വർത്തമാനം പറയുന്ന ഒരു മതത്തെ കരിവാരിത്തേക്കുവാൻ അതിശക്തമായ ഗൂഢാലോചനകൾ ഇത്തരത്തിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. കഴിഞ്ഞില്ല, ഇതിനുവേണ്ടി അമേരിക്കയിൽ മാത്രം $206 ബില്യൺ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്നത് എന്ന് കണക്കുകൾ നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. മാത്രമല്ല, ഇതിനുവേണ്ടി ഫണ്ട് ചെലവഴിക്കുന്ന ആളുകളെ കുറിച്ച് അന്വേഷിക്കുമ്പോൾ സയണിസത്തിൻ്റെയും അതുപോലെ തന്നെ ഇസ്ലാമിക വിരുദ്ധ മീഡിയകൾക്ക് പണം കൊടുക്കുന്ന പ്രവർത്തനങ്ങൾക്ക് ചില ഇസങ്ങളും ഫെമിനിസം അടക്കമുള്ള അതുപോലെ തന്നെ മറ്റു ചില ആദർശത്തിൻ്റെ നിലപാടുകളും അതോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്നു എന്ന് കാലിഫോർണിയയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു യൂണിവേഴ്സിറ്റി നടത്തിയ പഠനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് ഇസ്ലാം ഇങ്ങനെ പ്രതിചേർത്തുകൊണ്ടേയിരിക്കപ്പെടുമ്പോൾ ഇവർക്കെന്താണ് ലക്ഷ്യമെന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ടതുണ്ട്. ഇസ്ലാമിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഇവരെന്തിനീ പണിയെടുക്കുന്നു എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ആ പരിശോധനയിൽ ഇന്ത്യയിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കിയാൽ എന്തിനാണ് മുസ്ലിം സമൂഹത്തെ അപരവൽക്കരിക്കുന്നത്? മുസ്ലിം സമുദായത്തിന്റെ പ്രശ്നങ്ങൾ എടുത്തിടുന്നത് എന്തിനാണ്? ഒന്നാമതായി, ഭിന്നിപ്പിച്ചു ഭരിക്കാൻ ഈ നാട്ടിൽ ഇപ്പോൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന അധികാര കസേരകളിൽ അള്ളിപ്പിടിച്ചിരിക്കാൻ ഏറ്റവും നല്ല മാർഗമാണ് മുസ്ലിം സമൂഹത്തെയും അതുപോലെ തന്നെ ഹിന്ദു സമൂഹത്തെയും വേർതിരിച്ചു കാണിച്ച് പരസ്പരം ശത്രുക്കളാണെന്ന് ധരിപ്പിച്ച് മുസ്ലിം സമൂഹത്തിന്റെ മേൽ ആധിപത്യം പുലർത്തേണ്ടവരാണ് നമ്മളെന്ന് പ്രഖ്യാപിച്ച് അങ്ങനെ ഒരു ആശയം ഇവിടെ ഇട്ട് മുസ്ലിം സമൂഹത്തെ മാറ്റി നിർത്താനുള്ള പരിശ്രമങ്ങളാണ് ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, ഭരണപരാജയങ്ങൾ ഏതൊരു ഭരണകൂടത്തിൻ്റെയും വ്യത്യസ്തമായ ഒരു കാര്യമാണ്. ഭരണപരാജയങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ചോദ്യം ചെയ്യലുകൾ ഉണ്ടാകും. അണികൾക്കിടയിൽ നിന്നുണ്ടാകും, പൊതുസമൂഹത്തിൽ നിന്നുണ്ടാകും, അതുപോലെ തന്നെ പ്രതിപക്ഷങ്ങളിൽ നിന്നുണ്ടാകും. ആ ഘട്ടങ്ങളിൽ അത്തരത്തിലുള്ള ഭരണപരാജയങ്ങൾ മറച്ചുവെക്കാൻ ഏതെങ്കിലും ഒരു മുസ്ലിം ഇഷ്യൂ എടുക്കുകയും അത് ജനങ്ങൾക്കിടയിൽ ചർച്ചക്കിട്ടുകൊടുത്ത് അവരെ ഭീതിയിലാക്കി തങ്ങൾക്കെതിരെ വരുന്ന വിമർശനങ്ങളെ മൂടിവെക്കാൻ ശ്രമിക്കുകയും ചെയ്യുക എന്നത് ഈ രാജ്യത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് CAA നമ്മൾ കാണുന്നത്, NRC നമ്മൾ കാണുന്നത്, ഏക സിവിൽ കോഡ് നമ്മൾ കാണുന്നത്, മുത്തലാഖിന്റെ പ്രശ്നങ്ങൾ നമ്മൾ കാണുന്നത്. ആലോചിച്ചു നോക്കൂ, ഇന്ത്യയിലെ മുസ്ലിം സ്ത്രീ അനുഭവിക്കുന്ന ഒരു വലിയ പ്രശ്നത്തിന്റെ പരിഹാരമുണ്ടാക്കാനാണത്രേ മുത്തലാഖ് ബില്ലുമായി കടന്നു വന്നത്. ഈ ഇന്ത്യയിലെ അധസ്ഥിതരായ എത്ര മനുഷ്യരുണ്ടെന്നറിയുമോ? ആദിവാസികളായ എത്ര പാവങ്ങളുണ്ടെന്നറിയുമോ? ഹൈന്ദവ വിശ്വാസികളും ക്രൈസ്തവ വിശ്വാസികളുമായ എത്ര പാവങ്ങൾ പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ടെന്നറിയുമോ? അവരുടെ ജീവിതത്തിൽ എന്തെല്ലാം ദുരിതങ്ങളുണ്ടെന്നറിയുമോ? അവിടെയൊന്നും കൈവെക്കാതെ മുസ്ലിം സ്ത്രീകൾക്കു വേണ്ടി മാത്രം എന്തേ ഇങ്ങനെ ഇറങ്ങിത്തിരിച്ചത് എന്ന് ചോദിച്ചാൽ, ഭരണപരാജയങ്ങളെ മറച്ചുവെക്കാൻ ഓരോ കാലത്തും ഓരോ ഇഷ്യൂ, ഓരോ പ്രശ്നങ്ങൾ അത് മുസ്ലിം പക്ഷ വിഷയങ്ങളാകുമ്പോൾ സ്വാഭാവികമായിട്ടും അതിവൈകാരികമായി അതിനുപയോഗപ്പെടുത്താൻ ആളുണ്ടാകുമെന്നറിയുന്ന
ഇത്തരത്തിലുള്ള ഫോബിയയുടെ വക്താക്കളാണ് ആ പ്രവർത്തനങ്ങളുമായി നമുക്കിടയിൽ ജീവിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. മൂന്നാമതായി, അപരവൽക്കരണത്തിലൂടെ ഇത്തരം ആളുകൾ ആഗ്രഹിക്കുന്നത് വംശീയ ഉന്മൂലനമാണ്. ആരും ചോദിക്കാനില്ലാത്ത ഒരു കാലം കടന്നു വരണം. അവരെ അപരവൽക്കരിച്ച് അവരങ്ങനെ തന്നെ ആവേണ്ടവരാണ് എന്ന് മുദ്ര കുത്തപ്പെട്ട് അവസാനം അവർക്കു നേരെ ചാടി വീഴുമ്പോൾ ഒരാൾ പോലും പ്രതികരിക്കാനില്ലാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകണം. അങ്ങനെ ഒരു വംശീയ ഉന്മൂലനം നടത്തണം എന്നാഗ്രഹിക്കുന്നവരാണവർ. എത്ര ഉദാഹരണങ്ങൾ നമുക്ക് പറയാനുണ്ട്. ഒരു മനുഷ്യൻ തിരിഞ്ഞു നോക്കാത്ത അവസ്ഥകൾ പാവപ്പെട്ട ഈ സമൂഹത്തിലെ ചിലർക്കുണ്ടായിട്ടില്ലേ? അഖ്ലാഖിന്റെ ചരിത്രം നമ്മുടെ മനസ്സുകളിലില്ലേ? അങ്ങനെ അവിടെ നിന്ന് ഇങ്ങോട്ട് വായിച്ചു നോക്കിയാൽ ആ പാവപ്പെട്ട ആസിഫ എന്ന പിഞ്ചോമന പെൺകുട്ടിയുടെ കഥ വരെ നമ്മുടെ ഓരോരുത്തരുടെയും മുന്നിലുണ്ട്. അറിയണം പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം അജണ്ടകൾ നിശ്ചയിച്ചുകൊണ്ടാണ് ഇവർ മുന്നോട്ട് പോകുന്നത് എന്ന്. ഇത്തരം അജണ്ടകളാണ് വ്യത്യസ്തമായ മിഡിൽ ഈസ്റ്റുകളിലുള്ള പല രാജ്യങ്ങളിലേക്കും കയറി ചെല്ലാനും അധിനിവേശങ്ങൾ നടത്താനും മറ്റുള്ള ആരോടും അനുവാദം പോലും ചോദിക്കാതെ അവിടെ കയറി ചെന്ന് അത് മുഴുവൻ പിടിച്ചടക്കി നശിപ്പിക്കാൻ ശ്രമിച്ചതിന് പിന്നിൽ നേരത്തെ അവർ ഇറക്കിയ ഇസ്ലാം ഭീതിയാണ് അവർക്കതിന് സൗകര്യം ചെയ്തു കൊടുത്തത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഈ ലക്ഷ്യങ്ങളിലൂടെ ഇവർ പോവുകയാണ്. മാത്രമല്ല, ഇസ്ലാമിനെ എന്തിനു വീണ്ടും ടാർഗറ്റ് ചെയ്യുന്നു എന്ന ചോദ്യത്തിന് ഒരു വാചകം കൂടെ നമ്മൾ ചേർത്തു പറയേണ്ടതുണ്ട്. കുടുംബ വ്യവസ്ഥയെ തകർക്കുന്ന, സ്വാർത്ഥ ലാഭങ്ങൾക്കു വേണ്ടി മാത്രം ജീവിക്കുന്ന മനുഷ്യരെ സൃഷ്ടിക്കുന്ന, സർവ്വ തോന്നിവാസങ്ങൾക്കും അവസരങ്ങൾ ഒരുക്കി കൊടുക്കുന്ന പുരോഗമന, മുതലാളിത്ത, ലിബറൽ, ചൂഷണ വ്യവസ്ഥിതിക്ക് എന്നും വെല്ലുവിളി ഉയർത്തുന്നത് ഇസ്ലാം മാത്രമാണ് എന്ന തിരിച്ചറിവാണ് ഇവർ ഇസ്ലാമിനെതിരെ അതിശക്തമായി ഇറങ്ങിത്തിരിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഈ ലോകത്ത് എത്ര മതങ്ങളുണ്ട്, എത്ര ദർശനങ്ങളുണ്ട്, എത്ര പ്രത്യയ ശാസ്ത്രങ്ങളുണ്ട്. എന്തേ ഇസ്ലാമിനു നേരെ മാത്രം? എന്തേ ഇസ്ലാമിനു നേരെ മാത്രം? എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, ഇസ്ലാം ഒരു മനുഷ്യന്റെ വ്യക്തി ജീവിതത്തിൽ ഇടപെടുന്നു. ഇസ്ലാം ഒരു മനുഷ്യന്റെ കുടുംബ ജീവിതത്തിൽ ഇടപെടുന്നു. ഇസ്ലാം സമൂഹ സൃഷ്ടിക്കു വേണ്ടി ഇടപെടലുകൾ നടത്തുന്നു. രാജ്യത്ത് നന്മയുണ്ടാകാൻ, രാജ്യത്ത് നീതി പുലരാൻ, ഒരു നല്ല രാഷ്ട്രം അത് നിലനിൽക്കുന്നതിനു വേണ്ടി ഇസ്ലാം ഇടപെടുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ആലോചിച്ചു നോക്കൂ, സർവ്വ ചൂഷണങ്ങൾക്കും എതിരെ നിൽക്കുന്ന, സർവ്വ തിന്മകൾക്കുമെതിരെ ശക്തമായ നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ ആർക്കാണത് നഷ്ടങ്ങൾ സൃഷ്ടിക്കുന്നത്? കോർപ്പറേറ്റുകൾക്കാണ്, ലിബറലുകൾക്കാണ്, ഫാസിസത്തിനാണ്, മനുഷ്യരെ ചൂഷണം ചെയ്യുന്ന സർവശക്തികൾക്കുമാണ്. അവർക്കെതിരെ ഇസ്ലാമിൻ്റെ ഈ നയങ്ങളും നിലപാടും അവർക്ക് വലിയ നഷ്ടങ്ങൾ ഉണ്ടാക്കുന്നു എന്നറിയുമ്പോൾ അവർ ഉണ്ടാക്കുന്ന അജണ്ടയാണ് ഇസ്ലാം എന്ന് കേൾക്കുമ്പോൾ ആളുകൾ മാറിപ്പോകണം. ഇസ്ലാമിൻ്റെ ചിഹ്നങ്ങൾ കാണുമ്പോൾ ആളുകൾ മാറിപ്പോകണം. ആളുകൾ പേടിയോടുകൂടെ അതിനെ നോക്കിക്കാണണമെന്നുള്ളത്. ആലോചിക്കുക, ചില ഉദാഹരണങ്ങളിലൂടെ നമ്മൾ സംസാരിക്കുകയാണ്. ഇസ്ലാമിൻ്റെ ഓരോ നയങ്ങളെക്കുറിച്ച് നമ്മളൊന്ന് സൂചിപ്പിച്ചു പോവുകയാണ്. ഇസ്ലാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട നയങ്ങൾ വിശദീകരിക്കുന്ന ഒരു രംഗമാണ് സാമ്പത്തിക രംഗം എന്നുള്ളത്. സമ്പത്ത് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ആ സാമ്പത്തിക രംഗത്ത് ഇസ്ലാമിന് കൃത്യമായ കാഴ്ചപ്പാടുകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് സമ്പത്തിനുടമ. മനുഷ്യരെല്ലാം അതിലേക്ക് ആവശ്യക്കാരാണ് എന്നതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. വല്ലാഹുൽ ഗനിയ്യു വ അൻതുമുൽ ഫുഖറാ എന്ന് വിശുദ്ധ ഖുർആനിലെ സൂറത്ത് മുഹമ്മദിലെ 38-ാമത്തെ വചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. അവനാണ് സർവ്വ ഐശ്വര്യവുമുള്ളവൻ, അവനിലേക്ക് ആവശ്യക്കാരാണ് ബാക്കിയുള്ളവരെല്ലാം, മനുഷ്യരെല്ലാം എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. എന്നിട്ട് ആ സാമ്പത്തിക വിഷയത്തിൽ ഇസ്ലാമിൻ്റെ കൃത്യമായ കാഴ്ചപ്പാടുണ്ട്. മനുഷ്യർക്ക് എത്രയും സമ്പാദിക്കാമെന്നാണ്. മനുഷ്യർക്ക് സമ്പാദിക്കാമെന്നാണ്. എങ്ങനെ? അനുവദനീയമായ മാർഗത്തിലൂടെ മാത്രം. അനുവദനീയമായ മാർഗത്തിലൂടെ മാത്രം. അതായത് ഒരു മനുഷ്യന് കച്ചവടം ചെയ്യാം, കച്ചവടത്തിലൂടെ, അധ്വാനത്തിലൂടെ അവന് സമ്പത്ത് വർദ്ധിപ്പിക്കാം. അതെല്ലാം അനുവദിക്കപ്പെട്ട മാർഗത്തിലൂടെ മാത്രമേ ആകാവൂ എന്നതാണ്. അതുപോലെ തന്നെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മാതാക്കൾ അല്ലെങ്കിൽ പിതാക്കൾ മരണപ്പെടുമ്പോൾ ലഭിക്കുന്ന അനന്തരാവകാശ സ്വത്ത് വഴി അവന് സ്വത്തുണ്ടാകാം. അതൊക്കെ ഇസ്ലാം അനുവദിച്ചതാണ്. അങ്ങനെ അനുവദിച്ച മാർഗത്തിലൂടെ നിങ്ങൾക്ക് കച്ചവടം ചെയ്തോ അല്ലാതെയോ നിങ്ങൾക്ക് നിങ്ങളുടെ സമ്പത്തിനെ അധികരിപ്പിക്കാമെന്നാണ്. അഹല്ലല്ലാഹുൽ ബൈഅ, അല്ലാഹു സുബ്ഹാനഹു വ തആല കച്ചവടം അനുവദിച്ചു എന്ന് പറഞ്ഞു. ആ കച്ചവടം എങ്ങനെയാകണം, ഏത് രൂപത്തിലാകണമെന്നെല്ലാം വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഒരു കച്ചവടം കഴിയുമ്പോൾ
പരസ്പരം തൃപ്തിപ്പെട്ടുകൊണ്ടായിരിക്കണം ആ കച്ചവടം അവസാനിപ്പിക്കുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആനിന്റെ വചനമോദി തന്നെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല, ആ സമ്പത്ത് എങ്ങനെയാണ് ചെലവഴിക്കേണ്ടത്, ആർക്കാണ് കൊടുക്കേണ്ടത്, നിർബന്ധമായും കൊടുക്കേണ്ടത് എന്താണ്, അതെത്രയാണ്, അതിൻ്റെ തോതും അളവും വരെ കൃത്യമായി ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം. അതേസമയം സാമ്പത്തിക രംഗത്ത് പാടില്ലാത്ത കാര്യങ്ങളെയും ഇസ്ലാം ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന് പലിശയാണ്. പലിശക്കെതിരെ ഇസ്ലാം ശക്തമായി നിലപാടുകൾ എടുക്കുമ്പോൾ എങ്ങനെയാണ് ഈ കോർപ്പറേറ്റുകൾക്ക് ഇസ്ലാമോഫോബിയ ഇവിടെ വിതച്ച് ലാഭം കൊയ്യാനുള്ള ശ്രമങ്ങൾ നടത്താതിരിക്കുക? പലിശയിൽ അധിഷ്ഠിതമായ പ്രവർത്തനങ്ങൾ നടത്തി പലിശ എന്ന് പറയുന്ന പണത്തിനു പകരം പണത്തെ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്ന പ്രവർത്തനങ്ങൾ ഇസ്ലാം ശക്തമായി നിഷിദ്ധമാണെന്ന് പ്രഖ്യാപിച്ചു. വഹറമ റിബ എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിലപാട് പറഞ്ഞു. നിങ്ങൾ പണം ഉപയോഗിച്ച് വാങ്ങേണ്ടത് വസ്തുക്കളാണ്, ചരക്കുകളാണ്. അങ്ങനെയാകുമ്പോൾ ചരക്കുകളുടെ ഉൽപാദനം കൂടും, പണത്തിന്റെ വിനിമയം നടക്കുകയും ചെയ്യും. അതാണ് സംഭവിക്കേണ്ടത്. അല്ലാതെ പണം നൽകി പണത്തെ തന്നെ വർദ്ധിപ്പിക്കുന്ന, അതിൽ നിന്ന് വിളവെടുപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്ന പ്രവർത്തനങ്ങൾ ശരിയല്ല എന്ന കാഴ്ചപ്പാട് ഇസ്ലാം കൃത്യമായി പറയുകയുണ്ടായി. സ്വാഭാവികമായിട്ടും വസ്തുവിന്റെ വളർച്ച കൂടേണ്ടിടത്ത്, പണത്തിന്റെ വിനിമയം നടക്കേണ്ടിടത്ത് അതിനു പകരം പലിശ വ്യവസ്ഥിതിയിലൂടെ ലാഭങ്ങൾ കൊയ്യാനാണ് പലപ്പോഴും പലരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെപ്പറ്റി ഇസ്ലാം ബർസഖി ലോകത്ത് മരണത്തിനു ശേഷം ഖിയാമത്ത് നാൾ സംഭവിക്കുന്നതിനിടയിലുള്ള ഒരു കാലത്ത് നിങ്ങൾക്കതിന് ശിക്ഷ അനുഭവിക്കേണ്ടി വരുമെന്ന് ഗൗരവപൂർവ്വം മുന്നറിയിപ്പ് നൽകുന്ന ഒരു വിഷയമുണ്ട്. ആലോചിക്കണം, ആ പലിശക്കെതിരെ ഇസ്ലാം സംസാരിച്ചത് ഇവിടെയുള്ള കോർപ്പറേറ്റുകൾക്കും സ്വാർത്ഥ ലാഭക്കാർക്കും വല്ലാത്ത പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചത്. എത്രത്തോളം എന്ന് വെച്ചാൽ, അതുകൊണ്ട് മാത്രം ജീവിക്കുന്ന, മറ്റു മനുഷ്യരെ ചൂഷണം ചെയ്യുന്ന അത്തരം പ്രവർത്തനങ്ങൾക്കെതിരെ നിലപാടെടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ ഇസ്ലാമിനെ പേടിക്കണമെന്ന് പറയുന്ന ആളുകൾ പലിശയിലേക്ക് വരണം, എന്നാലേ ഞങ്ങൾക്ക് ലാഭം നേടാൻ കഴിയൂ എന്ന് അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ചൂതാട്ടത്തെപ്പറ്റി, മൈസിറിനെ പറ്റി, എളുപ്പത്തിൽ പണമുണ്ടാക്കാനുള്ള പ്രവർത്തനങ്ങളെപ്പറ്റി അത് പൈശാചികമാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു. മാത്രമല്ല, ആ രൂപത്തിൽ ഒന്നും നിങ്ങൾ സമ്പാദിക്കരുത്, ന്യായമല്ലാത്ത സമ്പാദ്യമാണത്. വലാ തഅകുലു അംവാലകും ബൈനകും ബിൽ ബാത്തിൽ, നിങ്ങൾ ഒരിക്കലും വ്യർത്ഥമായ രൂപത്തിൽ, അതുപോലെ തന്നെ ബാത്തിലായ രൂപത്തിൽ നിങ്ങൾ സമ്പാദ്യമുണ്ടാക്കരുത് എന്ന് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തി. സ്വാഭാവികമായിട്ടും ചൂതാട്ടത്തിലൂടെ ലാഭം കൊയ്യുന്ന, ലോട്ടറി സംവിധാനങ്ങളും മറ്റും നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യരുടെ ആശയെ മുന്നിലിട്ട് കീശ വീർപ്പിക്കാൻ ശ്രമിക്കുന്നവർ, അവർക്കിത് ഏറ്റവും വലിയ പ്രതിസന്ധികൾ സൃഷ്ടിക്കുമെന്നുള്ളത് ഉറപ്പാണ്. മാത്രമല്ല, അനാഥകളുടെ സ്വത്ത് ഭുജിക്കരുത് എന്ന് ഇസ്ലാം കൃത്യമായി പറഞ്ഞു. ഇതെല്ലാം പറഞ്ഞ കൂട്ടത്തിൽ തന്നെ പണമുണ്ട്, അതെന്റെ പണമാണ്, എനിക്ക് തോന്നിയതുപോലെ ഞാനത് ചെലവഴിക്കുമെന്ന് പറയാനും ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. ദൂർത്തുപാടില്ല എന്ന് പറഞ്ഞു. അത് പൈശാചികമാണ്, പിശാചിന്റെ സുഹൃത്തുക്കളായിരിക്കും അവരെന്ന് വിശുദ്ധ ഖുർആൻ ഗൗരവമായ താക്കീത് നൽകി. അതുപോലെ തന്നെ നിങ്ങൾക്ക് അല്ലാഹു നൽകിയ ഈ ധനത്തെ പിശുക്കി കെട്ടിപ്പൂട്ടി വെക്കാൻ പാടില്ല, അത് അർഹർക്ക് കൊടുക്കണമെന്ന് പറഞ്ഞു. പാവങ്ങൾക്ക് സ്വതക്കകൾ കൊടുക്കണമെന്ന് പറഞ്ഞു. അവിടങ്ങളിലെല്ലാം കൃത്യമായ നിലപാടുകൾ ഇസ്ലാം സാമ്പത്തിക വിഷയത്തിൽ നൽകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇസ്ലാം ഭീതി പരത്താതിരിക്കാൻ ഇവർ ശ്രമിക്കുമോ? ആളുകൾ ഇസ്ലാമിന്റെ വടിയിൽ കടന്നാൽ നഷ്ടമാണ്, അവിടെ കോടികളുടെ നഷ്ടമാണ്. ആ നഷ്ടം തിരിച്ചു പിടിക്കാൻ ആളുകൾ ഇസ്ലാം എന്ന് കേൾക്കുമ്പോഴേക്ക് വെറുപ്പോടുകൂടെ മാറി നിൽക്കണം. അതിനാണ് ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്ന് ഈ അജണ്ടകളുമായി ഈ ആളുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയോ സ്ത്രീകളുമായി ബന്ധപ്പെട്ട്, സ്ത്രീ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ചൂഷണത്തിനിരയാകുന്ന ഒരു വിഭാഗമാണ്. ആർക്കാണ് അതറിയാത്തത്? കമ്പോളത്തിലെ വിൽപ്പന ചരക്കായി മാത്രം സ്ത്രീകളെ കണ്ടിരുന്നിടത്ത് നിന്നാണ് ഇസ്ലാം അവർക്ക് സംരക്ഷണം ഒരുക്കുന്നത്. ജനിച്ചു വീണാൽ പെൺകുട്ടിയാണെന്നറിയുമ്പോൾ മുഖം കറുത്തുപോയിരുന്ന ഒരു സമൂഹത്തിനിടയിലാണ് രണ്ട് പെൺകുട്ടികളെ നിങ്ങൾ സംസ്കാരത്തോടുകൂടെ ജീവിപ്പിച്ച് അവരുടെ വിവാഹ പ്രായമെത്തുമ്പോൾ നിങ്ങൾ വിവാഹം ചെയ്തു കൊടുത്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്വർഗമുണ്ടെന്ന് പഠിപ്പിച്ച പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്ത്രീകളുടെ സംരക്ഷണത്തിന് വേണ്ടി സംസാരിക്കുകയുണ്ടായി. അവർക്ക് ജീവിക്കാൻ അവകാശം നൽകി, അവർക്ക് സ്വത്തവകാശം നൽകി, അവർക്ക് ആരാധനാ സ്വാതന്ത്ര്യം നൽകി, അവരെ സംരക്ഷിക്കാൻ ആവശ്യമായ മുഴുവൻ നിയമങ്ങളും നൽകി. അവരുടെ സൗന്ദര്യം പോലും മറ്റുള്ളവർക്ക് ആസ്വദിക്കാൻ വിട്ടുകൊടുക്കരുതേ എന്നും, തൻ്റെ ഇണക്ക് തൻ്റെ ഭർത്താവിൻ്റെ മുമ്പിലാണ് നീ നിന്റെ സൗന്ദര്യം പ്രകടിപ്പിക്കേണ്ടത് എന്നും, അതുപോലെ തന്നെ സുഗന്ധദ്രവ്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മറ്റുള്ളവരെ ആകർഷിക്കുന്ന രൂപത്തിൽ പൊതു ഇടങ്ങളിലേക്ക് ഇറങ്ങരുതേ എന്ന് വിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ
കൃത്യമായി അവർക്ക് സംരക്ഷണം ഒരുക്കുവാൻ ആവശ്യമായ നിർദ്ദേശങ്ങൾ ഇസ്ലാം നൽകുകയാണ്. ശരീരം മറയുന്ന വസ്ത്രം വേണമെന്ന് പറഞ്ഞു, സൗന്ദര്യം സംരക്ഷിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഒരു സ്ത്രീക്ക് ആവശ്യമായ നിർദ്ദേശങ്ങളെല്ലാം നൽകുമ്പോൾ സ്ത്രീകളെ കച്ചവട ഉപാധിയായി മാത്രം കാണുന്ന കോർപ്പറേറ്റുകളും അത്തരത്തിലുള്ള നിലപാടുകാരും ഇസ്ലാമിനെ എതിർക്കാൻ വരുമെന്നുള്ളത് തീർച്ചയാണ്. കോസ്മെറ്റിക് ഇൻഡസ്ട്രി, ഗ്ലോബൽ ബ്യൂട്ടി ഇൻഡസ്ട്രി എത്രയാണ് അവരുടെ വരുമാനത്തിന്റെ വർധനവ് എന്നറിയുമോ? 5% മുതൽ 7% വരെയാണ് അവരുടെ വർധനവ് എന്ന് ഓരോ വർഷത്തെയും കണക്ക് നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഒരു സ്ത്രീ മാന്യമായി ജീവിക്കാൻ തീരുമാനിച്ചാൽ കോസ്മെറ്റിക് ഇൻഡസ്ട്രിക്ക് വരുന്ന നഷ്ടത്തിന്റെ കണക്കാണത്. ഒരു കുട്ടി ഇസ്ലാമികമായ നിയമങ്ങൾ പാലിക്കുമെന്ന് തീരുമാനിച്ചാൽ അവർക്ക് വരുന്ന നഷ്ടം കോടികളാണ്. അതുകൊണ്ട് ഇസ്ലാമിൽ നിന്ന് ആളുകൾ മാറി നിൽക്കണമെന്ന് സ്വാഭാവികമായിട്ടും ഇവർ പറഞ്ഞുകൊണ്ടേയിരിക്കും. 538 ബില്യണാണ് അവർ ഒരു വർഷത്തെ വരുമാനമായി കണക്ക് കൂട്ടുന്നതെങ്കിൽ ഈ രാജ്യത്തെ ഗൂഗിൾ പോലെയുള്ള ഏറ്റവും വലിയ സമ്പത്തിനുടമകളായി ജീവിക്കുന്നവരുടെ അടുത്തേക്കെത്തുന്ന രൂപത്തിലാണ് കോസ്മെറ്റിക് ഇൻഡസ്ട്രിയുടെ വരുമാനമെന്ന് കണക്കുകൾ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. മാത്രമല്ല അതിൻ്റെ 20% അമേരിക്കയിൽ അതിൻ്റെ വളർച്ചയെങ്കിൽ 13%, ചൈനയിൽ അതിൻ്റെ വളർച്ചയെങ്കിൽ 8%, ജപ്പാനിലുണ്ടെങ്കിൽ 2025 $800 ബില്യൺ അതിൻ്റെ വർധനവുണ്ടാകുമെന്ന്, അതിൻ്റെ ബിസിനസ് ഉണ്ടാകുമെന്ന് നമ്മളോട് കണക്കുകൾ സൂചിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ നഷ്ടങ്ങളെക്കുറിച്ച് ഓർക്കുന്നവർ ഇസ്ലാം ഇവിടെ വ്യാപകമായാൽ, ഒരാൾ ഇസ്ലാമിന്റെ വടിയിൽ പ്രവേശിച്ചാൽ അത് മുഴുവൻ നഷ്ടമാണെന്ന് തിരിച്ചറിയുമ്പോൾ സ്വാഭാവികമായും ഇസ്ലാമിനെ പേടിക്കണം, ഇസ്ലാം പേടിക്കേണ്ട ഒന്നാണ് എന്ന് പറഞ്ഞു പരത്തുക എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയുടെ കണക്ക് പോലും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ $6.5 ബില്യൺ ഇവിടെ അത്തരത്തിലുള്ള കോസ്മെറ്റിക് ഇൻഡസ്ട്രിക്കുള്ള ലാഭമെങ്കിൽ 2035 $35 ബില്യൺ അതിൻ്റെ വർധനവുണ്ടാകുമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം ഇവിടെ വളരുന്നത് അവർക്ക് അവരുടെ ലാഭക്കൊതികൾക്ക് വരുത്തുന്ന വലിയ പ്രതിസന്ധിയാണ് എന്നവരറിയുന്നു. സ്വാഭാവികമായിട്ടും അവർ ഇതിനെതിരെ പ്രതികരിക്കുകയും ഇസ്ലാമിനെതിരെ ഒളി അജണ്ടകൾ ചെയ്യുകയും ചെയ്തിട്ടില്ലെങ്കിലേ അത്ഭുതമുള്ളൂ എന്ന് നമ്മൾ തിരിച്ചറിയുക. ഇനിയോ വീഡിയോ ഗെയിം ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇൻഡസ്ട്രിയാണത്. 91.5 ബില്യണാണ് അതിലൂടെ അവർ വരുമാനം കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടെയാണ് ഇസ്ലാം കൃത്യമായി സമയത്തിന്റെ വില പറയുന്നു, സമയം അനാവശ്യമായി കളയരുതെന്ന് പറയുന്നു. മാത്രമല്ല വ്യർത്ഥമായ വിനോദങ്ങൾക്കു വേണ്ടി നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ നശിപ്പിക്കരുത് എന്ന് പറയുന്നു. സ്വാഭാവികമായിട്ടും അവിടെയും നഷ്ടങ്ങളുടെ കണക്ക് സൂചിപ്പിക്കാനുള്ളവർ ഇസ്ലാം ഭീതി പരത്തുമെന്നുള്ളത് തീർച്ചയാണ്. സുദീർഘമായി കണക്കുകൾ നമ്മുടെ മുമ്പിലുണ്ട്. ലഹരി നിങ്ങൾ എടുത്തോളൂ, ആൽക്കഹോൾ ഇൻഡസ്ട്രിയുടെ കണക്കുകൾ നിങ്ങൾ എടുത്തോളൂ. $435 ബില്യൺ അതിൽ നിന്നുള്ള വരുമാനം എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ലീഗലായതും ഇല്ലീഗലായതുമൊക്കെ ആ നാട്ടിലും എല്ലാ നാടുകളിലും ഏറ്റവും സജീവമായി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. കുറഞ്ഞ കാലം കൊണ്ട് 17% വളർച്ച ഈ ലഹരി ഉപയോഗത്തിനുണ്ടാകുമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അത് യാഥാർത്ഥ്യമാണ്. ലഹരി ഇന്ന് അത്രയും വ്യാപകമായി കഴിഞ്ഞു. അതിന് പല രൂപത്തിലുള്ള സൗകര്യങ്ങൾ പല തലത്തിലും, സർക്കാർ തലത്തിലും അല്ലാതെയുമൊക്കെ അതിന് സൗകര്യങ്ങളും അവസരങ്ങളും ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇവിടങ്ങളിലെല്ലാം ഇസ്ലാമിന്റെ നിലപാട് വളരെ കൃത്യമാണ്. അതെത്ര കുറഞ്ഞതാണെങ്കിലും നിഷിദ്ധമെന്ന് ഇസ്ലാം പറഞ്ഞു. മനുഷ്യ, നിന്റെ വ്യക്തിത്വത്തെ തകർക്കുമെന്ന് പറഞ്ഞു, നിന്റെ കുടുംബം തകർക്കുമെന്ന് പറഞ്ഞു. തിന്മകളുടെ മാതാവാണ് എന്ന് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലഹരിയെ പറ്റി പറയുകയുണ്ടായി. ഈ വരുമാനങ്ങളെല്ലാം നിലച്ചു പോകുന്ന ഒരു സാഹചര്യത്തിൽ സാമ്രാജ്യത്വത്തിന്, കോർപ്പറേറ്റ് ഭീമന്മാർക്ക് ഇസ്ലാമിനെതിരെ ഇത്തരം അജണ്ടകൾ എഴുതി വിട്ടിട്ടില്ല എങ്കിൽ മറ്റൊന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് നമ്മൾക്കെല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയും. ഇതുപോലെ തന്നെ പോൺ ഇൻഡസ്ട്രി മനുഷ്യരുടെ ലൈംഗിക താല്പര്യത്തെ ചൂഷണം ചെയ്യാൻ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? അവരുടെ വരുമാനം എത്രയാണെന്ന്? ആപ്പിൾ പോലെയുള്ള, മൈക്രോസോഫ്റ്റ് പോലെയുള്ള, ഗൂഗിൾ പോലെയുള്ള കോർപ്പറേറ്റ് ഭീമന്മാരെ വെല്ലുന്ന രൂപത്തിലാണ് ഇവർ ലാഭം കൊയ്യുന്നത് എന്നാണ് നമുക്ക് കണക്കുകൾ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇസ്ലാം ഇതുമായി ബന്ധപ്പെട്ട് മനുഷ്യ, നിഷിദ്ധങ്ങളിലേക്ക് നിന്റെ കണ്ണുപോകരുത് എന്ന് പറഞ്ഞു. ഒരാണും പെണ്ണും ഒരിടത്ത് ഒരുമിച്ചാകാൻ പാടില്ലെന്ന് പറഞ്ഞു. ആണിനും പെണ്ണിനും കൃത്യമായ ഇസ്ലാമിൻ്റെ നിയമങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു. ആണും കണ്ണ് താഴ്ത്തണം, പെണ്ണും കണ്ണ് താഴ്ത്തണമെന്ന് പറഞ്ഞു. മാന്യമായ വസ്ത്രധാരണവും വേണമെന്ന് പറഞ്ഞു. ലൈംഗിക രംഗത്ത്
കുത്തഴിഞ്ഞ ലൈംഗികത പാടില്ല എന്നുള്ളത് ഇസ്ലാം കൃത്യമായി പഠിപ്പിക്കുകയുണ്ടായി. അതിനെല്ലാം പകരം ഇസ്ലാം മാന്യവും സംസ്കാരവുമുള്ള ഒരു കാര്യത്തെ, ഉത്തരവാദിത്വ ബോധമുള്ള ഒരു കാര്യത്തെ, വിവാഹത്തെ പ്രോത്സാഹിപ്പിച്ചു. രണ്ടാളുകൾ തമ്മിലുള്ള കരാറിലൂടെ ഒരു വലിയ തൻ്റെ മകളെ ഒരു മനുഷ്യന്, ഒരു നല്ലൊരു ആൺകുട്ടിക്ക് വിവാഹം ചെയ്തു കൊടുക്കുന്നതോടുകൂടെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് അവർ തമ്മിൽ സ്നേഹത്തിലും അവരുടെ ജീവിതങ്ങൾ പങ്കുവച്ച് മുന്നോട്ട് പോകുന്ന ഒരു ലൈംഗികതയാണ് ഏറ്റവും സംസ്കാരമുള്ളതെന്ന്, ഏറ്റവും മാന്യതയുള്ളത് എന്ന്, ആരോഗ്യകരമെന്ന് ഇസ്ലാം പഠിപ്പിക്കുകയുണ്ടായി. സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള നിലപാടുകൾ ഇസ്ലാം സ്വീകരിക്കുമ്പോൾ ഇസ്ലാമിനെ പേടിക്കേണ്ടതാണ്. ഇസ്ലാം ഭീതി ആളുകളുടെ മനസ്സിൽ ഉണ്ടാവണം എന്നാഗ്രഹിച്ചുകൊണ്ട് അവർ പണിയെടുക്കുമെന്നുള്ളത് തീർച്ചയാണ്. സുഹൃത്തുക്കളെ, ഞാൻ അവസാനിപ്പിക്കട്ടെ. നാം ഇവിടെ നിന്ന് ഒരു വാചകം കേൾക്കുമ്പോൾ, ടെററിസം എന്ന ഒരു വാക്ക് നമ്മൾ കേട്ടാൽ, തീവ്രവാദം എന്ന ഒരു വാചകം നമ്മൾ കേട്ടാൽ, ഭീകരവാദം എന്ന ഒരു വാക്ക് ഇവിടെ നിന്ന് ഇപ്പോൾ ഞാൻ ഉറക്കെ പറഞ്ഞാൽ മനുഷ്യരുടെ മനസ്സുകളിലേക്ക് കടന്നു വരുന്ന ചിത്രമെന്താണ്? 6 മില്യൺ മനുഷ്യരെ കൊന്നുതള്ളിയ സ്റ്റാലിനെ ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? ഈ വാചകങ്ങളോട് ചേർത്ത് 2.5 ലക്ഷം മനുഷ്യരെ കൊന്നുതള്ളിയ മുസോളിനിയുടെ ഏതെങ്കിലും ഓർമ്മകൾ മനുഷ്യരെ നമ്മുടെ മനസ്സുകളിലേക്ക് കടന്നു വരുന്നുണ്ടോ? കോടിക്കണക്കിന് മനുഷ്യരെ കൊന്നുതള്ളിയ ഹിറ്റ്ലറും 20 മില്യൺ മനുഷ്യർ മരണപ്പെട്ട 1-ാം ലോക മഹായുദ്ധത്തിനു വേണ്ടി പണിയെടുത്ത ഏതെങ്കിലും രാജ്യത്തിന്റെ നായകരെ, സത്യകക്ഷികൾക്ക് നേതൃത്വം കൊടുത്തവരെ ആരെങ്കിലും ഇവിടെ ഓർക്കുന്നുണ്ടോ? 38 മില്യൺ മനുഷ്യരെ കൊന്നുതള്ളിയ, മനുഷ്യരെ കൊന്നു തീർത്ത 2-ാം ലോക മഹായുദ്ധത്തിന്റെ ഏതെങ്കിലും ഒരു ചിത്രം മനുഷ്യരെ നമ്മുടെ മനസ്സുകളിലേക്ക് കടന്നു വരുന്നുണ്ടോ? ഹിരോഷിമയിലും നാഗസാക്കിയിലും അണുബോംബ് വർഷിച്ച് ലക്ഷക്കണക്കിന് മനുഷ്യരെ കഴിഞ്ഞില്ല കൊന്നൊടുക്കുക മാത്രമല്ല, വരും തലമുറയിലുള്ള പാവപ്പെട്ട പിഞ്ചോമനകളുടെ ജീവിതത്തിന് പോലും വല്ലാത്ത പ്രതിസന്ധികൾ സൃഷ്ടിച്ച, അതിനുവേണ്ടി പണിയെടുത്ത നരാധമന്മാരെ ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? ഭീകരവാദത്തിന്റെ കണക്ക് പറയുമ്പോൾ, തീവ്രവാദത്തിന്റെ കണക്ക് പറയുമ്പോൾ അവരെ ആരെയും ആളുകൾ ഓർക്കുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ ഇസ്ലാമിന്റെ ഏത് രാജ്യത്തെയും യഥാർത്ഥ ഇസ്ലാമിന്റെ അഹ്ലുസുന്നയുടെ ആളുകളെ നിങ്ങൾക്ക് പരിശോധിക്കാം, നിങ്ങൾക്ക് നിരീക്ഷിക്കാം. എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് മനുഷ്യത്വ വിരുദ്ധമായ ഒരു നിലപാട് ഇസ്ലാമിന്റെ വിശുദ്ധ ഖുർആനിൽ കാണിക്കുവാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ, ഇസ്ലാമിന്റെ വിശുദ്ധ പ്രവാചകന്റെ ചരിത്രത്തിൽ നിങ്ങൾക്ക് കാണിക്കാൻ കഴിയുമെങ്കിൽ, ഇസ്ലാമിൽ നടന്ന യുദ്ധങ്ങൾ പോലും അധിനിവേശത്തിനല്ല എന്നതിന് കൃത്യമായ രേഖകൾ നമുക്ക് കാണിക്കുവാൻ കഴിയും. ഇസ്ലാമികമായ പ്രവാചക കാലത്ത് നടന്ന യുദ്ധങ്ങളിൽ ഇരുഭാഗങ്ങളിൽ നിന്ന് മരണപ്പെട്ടത് കേവലം 1300 ആളുകളുടെ എണ്ണമാണ് കണക്കാക്കാനുള്ളതെങ്കിൽ, ഈ ഞാൻ നേരത്തെ എണ്ണിയ ഈ മുഴുവൻ കണക്കുകളും വെച്ച് പറയൂ, ആരാണ് ഇവിടെ തീവ്രവാദത്തിന്റെയും ഭീകരവാദത്തിന്റെയും വക്താക്കളെന്ന്. എന്നാൽ ഇസ്ലാം എന്ന് പറയുന്ന സമാധാനത്തിന്റെ, ഇസ്ലാം എന്ന് പറയുന്ന സ്നേഹത്തിന്റെ, സൗഹാർദ്ദത്തിന്റെ ഒരു മതത്തെയാണ് ഇവിടെ ഇല്ലാത്ത കഥകൾ ചേർത്തു വെച്ച് കെട്ടി അജണ്ടകൾ സൃഷ്ടിച്ച് നിഗൂഢമായ അജണ്ടകളിലൂടെ തകർക്കുവാൻ ശ്രമിക്കുന്നത്. ഇത് നീതിയുടെ മതം തന്നെയാണ്, ഇത് വിമോചനത്തിന്റെ മതം തന്നെയാണ്. ഫറോവയുടെ ക്രൂരകൃത്യങ്ങളിൽ നിന്ന് മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനെ വിമോചിപ്പിച്ചെടുത്ത, നമ്രൂദിന്റെ കൊടും ക്രൂരതകളിൽ നിന്ന് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം എന്ന പ്രവാചകന് വിമോചനം നൽകിയ, ജാഹിലിയത്തിൽ നിന്ന് മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിമോചനം നൽകിയ, സർവവംശീയതകൾക്കുമെതിരായ ഇത്രമാത്രം എതിർപ്പുകളെല്ലാം ഉണ്ടായിട്ടും അതിശക്തമായി മുന്നോട്ട് പോകുന്ന ഒരു മതത്തിന്റെ പേരാണ് ഇസ്ലാം എന്ന തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാവുക. ഇതോടൊപ്പം ഈ അജണ്ടകളുമായി നടക്കുന്നവരോട്, ഇത്തരം അജണ്ടകളിൽപ്പെട്ട ഏതെങ്കിലും വർത്തമാനങ്ങൾ കേട്ട് അത് മനസ്സിൽ കയറ്റി വെച്ചു പോയ പാവപ്പെട്ട മനുഷ്യരോട് നമുക്ക് പറയാനുള്ളത്, ഇത്രമാത്രം വിമർശനങ്ങളും എതിർപ്പുകളും നാനാഭാഗത്തു നിന്നുണ്ടായിട്ടും ഇന്ന് ലോകത്തിലെ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് റിലീജിയൻ എന്ന് നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കിട്ടുന്നതിന്റെ ഉത്തരം ഏതാണെന്നറിയുമോ? നിങ്ങൾക്കൊരു വീഡിയോ ഈ സന്ദർഭത്തിൽ കാണാം. New analysis of census figures even suggests that it could become the country. Islam is the fastest growing religion in the UK. New analysis of census figures even suggests that it could become the country's dominant religion. That's in a country where Islam remains the fastest growing religion. So how do Muslims... This religion is expanding at a fast pace.
There are still no exact statistics as to how many Muslims are there in the United States. Some statistics say. According to a report by Faith Matters, the UK is seeing a surge in Brits converting to Islam. Islam has actually been attracting more and more Americans every day. RT's Priya Sridhar went to a mosque just outside of Washington, D.C. and found out why so many Americans have converted to their religion. Islam will grow faster than any other major religion if current trends continue by 2050. And Muslims are the only major religious group expected to grow faster than the global population as a whole. സഹോദരങ്ങളെ, ഇത്രമാത്രം Islam is the ഇസ്ലാമിനെതിരെ fastest growing religion in the UK. സംസാരങ്ങൾ ഉണ്ടാകുന്നു. അജണ്ടകളിൽ ഇസ്ലാമിനെ തകർക്കുവാൻ ആവശ്യമായ ഗൂഢശ്രമങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുന്നു. അതിന് ഏറ്റവും വലിയ സൗകര്യം നൽകുന്ന സോഷ്യൽ മീഡിയയും അനുബന്ധ മാധ്യമങ്ങളും ഉപയോഗപ്പെടുത്തുന്നു. എന്നിട്ടും ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ പഠിക്കുന്ന മതം, സ്വീകരിക്കുന്ന മതം, നിങ്ങൾ ഈ പറയുന്ന തീവ്രവാദത്തിൻ്റെയും ഭീകരവാദത്തിൻ്റെയും കണക്കുകൾ ചേർത്തെണ്ണുന്ന ഈ മതമായത് എങ്ങനെയാണെന്നറിയുമോ നിങ്ങൾക്ക്? ഇസ്ലാമിനെ ഏറ്റവും കൂടുതൽ വിമർശിക്കുന്ന ഈ ഘട്ടത്തിൽ അങ്ങനെ തന്നെയാണ് യൂറോപ്പിൻ്റെയും അമേരിക്കയുടെയും ഭാഗങ്ങളിൽ നിന്ന് ഇസ്ലാമിലേക്ക് ആളുകൾ പ്രവഹിക്കുന്നതിൻ്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു എന്നാണ് പുതിയ കണക്കുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കാഷ്യസ് ക്ലേ മുഹമ്മദ് അലി എന്ന പേരിലേക്ക് മാറിയിട്ടുണ്ടെങ്കിൽ, മാൽക്കം എക്സ് മുതൽ ബാബരി മസ്ജിദിന്റെ താഴികക്കുടങ്ങൾ തകർക്കാൻ അതിനുവേണ്ടി പണിയെടുത്ത കർസേവകന്റെ മനസ്സിലേക്ക് ഈ സന്ദേശം ഇരച്ചു കയറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാൻ കഴിയും, ഇത് അള്ളാഹുവിൻ്റെ മതമാണ്, പടച്ച തമ്പുരാന്റെ മതമാണ്. ഏതെങ്കിലും മനുഷ്യർ കടന്നു വന്ന് അവരുടെ വായകൾ കൊണ്ട് പറഞ്ഞ് ഈ വെളിച്ചത്തെ ഊതിക്കെടുത്താമെന്ന് കരുതുന്നുണ്ടെങ്കിൽ, നിഷേധികൾ എത്ര തന്നെ വെറുപ്പ് കാണിച്ചാലും ശരി, നിങ്ങൾ പറഞ്ഞ് ഈ പ്രകാശത്തെ ഊതിക്കെടുത്താമെന്ന് ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവനവന്റെ പ്രകാശത്തെ പൂർത്തിയാക്കുക തന്നെ ചെയ്യുമെന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. ആ പ്രകാശത്തിന്റെ ഏറ്റവും വലിയ ലക്ഷ്യമെന്ന് പറയുന്നത് മനുഷ്യരെ വിമോചിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ്. മനുഷ്യർക്ക് ഈ ജീവിതം പരീക്ഷണമായി നൽകിയിട്ടുണ്ട്. ആ പരീക്ഷണത്തിൽ വിജയിച്ച് സ്വർഗീയ ലോകത്തേക്ക് അവരെത്തിച്ചേരുക എന്നുള്ളതാണ്. അതിനാവശ്യമായ മാനവികത പഠിപ്പിക്കുന്ന ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ വജഅൽനാകും ശുഊബൻ വഖബായില ലിതആറഫു ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞ, മനുഷ്യരെ ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ് നിങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ളത്. നിങ്ങളെ വ്യത്യസ്ത ഗോത്രങ്ങളാക്കിയത്, നാട്ടുകാരാക്കിയത് പരസ്പരം തിരിച്ചറിയാനാണ്, തമ്മിൽ തല്ലാനല്ല. മനുഷ്യത്വത്തിന് വില കൊടുക്കണേ എന്ന് പറഞ്ഞ, നീതിയുടെ വക്താക്കളാകണേ എന്ന് പറഞ്ഞ, സർവ്വതോന്നിവാസങ്ങളും അവസാനിപ്പിക്കണേ എന്ന് പറഞ്ഞ ഈ മതത്തെയാണ് അജണ്ടകൾ മുന്നിൽ എഴുതി വെച്ച് ചില ഗൂഢമായ തന്ത്രങ്ങൾ നടത്തിക്കൊണ്ട് ആളുകളുടെ മനസ്സിൽ ഭീതി വിതക്കുവാൻ വേണ്ടി ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനവർ പ്രവാചകനെ തീവ്രവാദിയാക്കുന്നു, വിശുദ്ധ ഖുർആനിനെ ഭീകരവാദത്തിൻ്റെ ഗ്രന്ഥമായി ചിത്രീകരിക്കുന്നു. ആ ആളുകൾ അറിയുക, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ വാചകമുണ്ട്, ഇന്നാ നഹ്നു നസ്സൽന ദിക്ർ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. ഇതിനെ നാമാണ് ഇറക്കിയതെങ്കിൽ നാം തന്നെ അതിനെ സംരക്ഷിക്കുകയും ചെയ്യുമെന്നാണ്. ഈ ആകാശ അണ്ടകടാഹങ്ങളെ മുഴുവൻ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന നാഥന് ഈ ലോകം അവസാനിക്കുന്നതുവരെ ഇതിനെ സംരക്ഷിക്കുക എന്നുള്ളത് ഒരു പ്രതിസന്ധിയല്ല. ഏത് രൂപത്തിൽ നിങ്ങൾ അജണ്ടകൾ ഇതാലും ഉണ്ടാക്കിയെടുത്താലും ഇത് അതിശക്തമായി മുന്നോട്ട് പോവുക തന്നെ ചെയ്യും എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട്, ഇത്തരത്തിലുള്ള അജണ്ടകൾ കേട്ട് മാറി നിൽക്കേണ്ടതോ ഒഴിച്ചു നിർത്തേണ്ടതോ അല്ല ഇസ്ലാം എന്ന് പറയുന്ന സമാധാനത്തിൻ്റെ മതമെന്ന തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാകണേ എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി ഞാൻ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.